മണിക്കൂറുകളായി ഇന്ത്യയിലെ കായിക പ്രേമികൾ ആഘോഷിച്ചത് വിനേഷ് ഫോഗട്ടിന്റെ വിജയത്തെയാണ്. എന്നാൽ ഇപ്പോൾ പൊരുതി നേടിയ ആത്മവീര്യത്തെ കെടുത്തുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ കാത്തിരുന്ന ആ മെഡൽ സ്വപ്നം മങ്ങിയിരിക്കുകയാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തി ഗുസ്തിയിൽ ഫൈനലിലെത്തിയിരുന്ന വിനേഷ് ഫോഗട്ടിന് വൻ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട വിനേഷ് അയോഗ്യയായി എന്ന വാർത്തയാണ് കായിക ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത്. ഇന്ന് ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങാനിരിക്കവെയാണ് ഇത്തരമൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇന്ത്യൻ കായിക ലോകത്തെ പിടിച്ചു കുലുക്കുന്ന വാർത്തയാണിത്. വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിൽ കടന്ന വിനേഷ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണ്ണ മെഡൽ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കായിക ലോകം. എന്നാൽ ഭാരപരിശോധനയിൽ അനുവദനീയമായതിനേക്കാൾ 100 ഗ്രാം അധിക ഭാരം ഫോഗട്ടിനുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതാണ് അയോഗ്യതയിലേക്ക് നയിച്ചത്. നിയമപ്രകാരം വെള്ളി മെഡലിനും ഫോഗട്ടിന് അർഹതയില്ല. ഇതോടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ സ്വർണ്ണ വെങ്കല ജേതാക്കൾ മാത്രമാകും ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വന്നേക്കും. യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് നിയമം അനുസരിച്ചാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ജേതാക്കളെ പ്രഖ്യാപിക്കുക. ഈ നിയമപ്രകാരം ഒരു ഭാരവിഭാഗത്തിൽ മത്സരിക്കുന്ന താരത്തിന്റെ ഭാരം പരിശോധനയിൽ കൂടുതലാണെന്ന് കണ്ടെത്തിയാൽ ആ താരത്തിന് ആ മത്സരത്തിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കും. ഈ മത്സരത്തിലെ അവസാന സ്ഥാനക്കാരായിട്ടായിരിക്കും അവരെ കണക്കാക്കുക. പാരീസ് 2024 ഒളിമ്പിക്സ് ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് ഫൈനലിൽ എത്തിയെന്ന വാർത്ത ഇന്ത്യൻ കായിക ലോകത്തെ ഏറെ സന്തോഷിപ്പിച്ചതിന് പിന്നിൽ ഒളിമ്പിക് മെഡൽ എന്നതിനുമപ്പുറം അവരുടെ പോരാട്ട വീര്യം കൂടിയായിരുന്നു കാരണം. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഗുസ്തിയിൽ ഫൈനലിലെത്തുന്ന ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടത്തിലെത്തി എന്ന സന്തോഷവും ഇതുവരെ ഉണ്ടായിരുന്നു. സെമി ഫൈനലിൽ ക്യൂബയുടെ യുസ്നെയിലിസ് ഗുസ്മാൻ ലോപ്പസിനെയാണ് വിനേഷ് മലർത്തിയടിച്ചത്. മത്സരത്തിലുടനീളം ആധിപത്യം ഉറപ്പിച്ച വിനേഷ് 5-0 വിജയിക്കുകയായിരുന്നു. സെമി ഫൈനലിൽ 1-ാം റൗണ്ട് അവസാനിക്കുമ്പോൾ വിനേഷ് 1-0 മുന്നിലായിരുന്നു. 2-ാം റൗണ്ടിൽ ആക്രമണം അഴിച്ചുവിട്ട വിനേഷ് 5-0 മികച്ച ലീഡ് നേടുകയും പിന്നീട് അത് നിലനിർത്തുകയും ചെയ്തു. 6 മിനിറ്റ് നീണ്ട പോരാട്ടത്തിൽ പാൻ അമേരിക്കൻ ഗെയിംസ് ചാമ്പ്യൻ ഗുസ്മാനെ മറികടക്കാനും വിനേഷിന് സാധിച്ചു. പ്രീ ക്വാർട്ടറിൽ വൻ അട്ടിമറി നടത്തി ഞെട്ടിച്ച വിനേഷ് ക്വാർട്ടറിലും സെമി ഫൈനലിലും ഉജ്ജ്വല പ്രകടനം ആവർത്തിക്കുകയായിരുന്നു. ഫൈനലിൽ കടന്നതോടെ കുറഞ്ഞത് വെള്ളിയെങ്കിലും ഇന്ത്യക്ക് ഉറപ്പായി എന്നതായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. വിജയിച്ചാൽ സ്വർണ്ണ മെഡൽ ഈ ഇനത്തിൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന റെക്കോർഡുമായി ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിക്കാം. തോറ്റാൽ പോലും ഗുസ്തിയിൽ ഇന്ത്യൻ വനിതാ താരത്തിന്റെ ഒളിമ്പിക് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മുന്നേറ്റമായി അടയാളപ്പെട്ടേനെ. എന്നാൽ ഇത് രണ്ടും സ്വപ്നമായി മാത്രം അവസാനിക്കുന്ന ദാരുണ കാഴ്ചയാണ് ഇന്ന് ഇന്ത്യ കാണേണ്ടി വന്നിരിക്കുന്നത്. 2016 ക്വാർട്ടറിൽ തോറ്റ സാക്ഷി മാലിക് വെങ്കലം നേടിയിരുന്നു. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ 4-ാം മെഡലാണ് വിനേഷ് ഫോഗട്ടിലൂടെ ഇന്ത്യക്ക് ലഭിക്കേണ്ടിയിരുന്നത്. നേരത്തെ ഇന്ത്യ 3 വെങ്കല മെഡലുകൾ നേടിയിരുന്നു. ഇവ 3ഉം ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്നുള്ളവയാണ്. ഫൈനലിൽ സ്വർണ്ണ മെഡലിനായുള്ള പോരാട്ടത്തിൽ വിനേഷ് അമേരിക്കയുടെ സാറ ഹിൽഡെബ്രാൻഡിനെയായിരുന്നു നേരിടേണ്ടിയിരുന്നത്. ആദ്യ സെമി ഫൈനലിൽ മംഗോളിയയുടെ ഡോൾഗോർജാവിനെ പരാജയപ്പെടുത്തിയാണ് ഹിൽഡെബ്രാൻഡ് ഫൈനലിന് യോഗ്യത നേടിയത്. അസാധ്യമെന്ന് കരുതിയ വിജയം നേടിയായിരുന്നു വിനേഷിന്റെ പാരീസ് ഒളിമ്പിക് പ്രയാണം. പ്രീ ക്വാർട്ടറിൽ നിലവിലെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും 4 തവണ ലോക ചാമ്പ്യനും ലോക 1-ാം റാങ്കുകാരിയുമായ ജപ്പാന്റെ യുയി സുസാക്കിയെ വിനേഷ് പരാജയപ്പെടുത്തി. 3-2 എന്ന സ്കോറിന് വിനേഷ് ജയിച്ചതോടെ സുസാക്കിയുടെ അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ തോൽവിയായി അത് മാറി. 82 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വിജയിച്ച സുസാക്കി കഴിഞ്ഞ ഒളിമ്പിക്സിൽ 1 പോയിന്റ് പോലും നഷ്ടപ്പെടുത്താതെ എല്ലാ മത്സരങ്ങളും വിജയിച്ച് സ്വർണം നേടിയ താരമാണ്. വിനേഷിനെതിരെ 2-0 മുന്നിട്ട് നിന്ന ശേഷമാണ് പരാജയപ്പെട്ടത്. ക്വാർട്ടർ ഫൈനലിൽ ഉക്രൈന്റെ ഒക്സാന ലിവാച്ചിനെയാണ് വിനേഷ് മറികടന്നത്. സ്കോർ 7-5 എന്നിങ്ങനെയായിരുന്നു. ഒരു ഘട്ടത്തിൽ വിനേഷ് 4-0 മുന്നിലെത്തുക വരെ ചെയ്തു. കഴിഞ്ഞ 2 ഒളിമ്പിക്സിലും കളിച്ച താരം കൂടിയാണ് വിനേഷ്. റിയോ 2016 ടോക്കിയോ 2020 ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്നു. എന്നാൽ പരിക്ക് കാരണം വിനേഷിന് തിളങ്ങാനായിരുന്നില്ല. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ തലവനായ ബ്രിജ്ഭൂഷൺ സിംഗ് ശരണിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിൽ സജീവമായി പങ്കെടുത്തത് പാരീസ് 2024 വിനേഷിന്റെ തയ്യാറെടുപ്പുകളെ ബാധിച്ചിരുന്നു. എന്തായാലും മെഡൽ നഷ്ടമായെങ്കിൽ പോലും ഇന്ത്യയുടെ അഭിമാനമായി തന്നെ വിനേഷ് തുടരുമെന്ന ഉറപ്പാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യൻ കായിക ലോകം വിനേഷിന് നൽകുന്നത്.